ഇലൻ മസ്കിന്റെ മാക്രോ ഹാർഡ് വരുന്നു മൈക്രോസോഫ്റ്റിനെ ചലഞ്ച് ചെയ്യാനായിട്ട്. ഇത് സീരിയസ് ആണോ സാറ്റയർ ആണോ എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒരു കരിയർ അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഇത് എങ്ങനെ കരിയറിനെ ഇമ്പാക്ട് ചെയ്യുന്നതിലാണ് ഞങ്ങളൊക്കെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. ഏജന്റുകളെ വെച്ചിട്ട് ഇത് കേട്ടാൽ വളരെ തമാശ തോന്നും, പക്ഷേ ഈ പ്രൊജക്ട് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഏജന്റുകളെ വെച്ചിട്ട് സോഫ്റ്റ്വെയറുകളെ കംപ്ലീറ്റ്ലി സിമുലേറ്റ് ചെയ്യാന്നുള്ള വലിയൊരു കോൺസെപ്റ്റാണ് മാക്രോ ഹാർഡ് മുന്നോട്ട് വെക്കുന്നത്. അതായത് ഒരൊറ്റ കാര്യം, ഇനി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോ മോർ ഗോയിങ് ടു ബി ജസ്റ്റ് എ ടൂൾ ബട്ട് എ വർക്കർ ഇറ്റ് സെൽഫ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. മൈക്രോസോഫ്റ്റ് ഏകദേശം 40 വർഷത്തോളമായിട്ട് ഈ ഇൻഡസ്ട്രി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. സോഫ്റ്റ്വെയർ വേൾഡ് എന്നുള്ളത് കംപ്ലീറ്റ്ലി മൈക്രോസോഫ്റ്റിന്റെ അണ്ടറിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഏറ്റവും ലീഡിംഗ് കമ്പനി മൈക്രോസോഫ്റ്റ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. വിൻഡോസ് ആയിക്കോട്ടെ, ഓഫീസ് സോഫ്റ്റ്വെയറുകളായിക്കോട്ടെ, അസൂർ ആയിക്കോട്ടെ, ഇനി അതല്ല കോപ്പൈലറ്റ് പോലുള്ള പ്രൊഡക്റ്റുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ഓപ്പൺ പോലുള്ള പ്ലാറ്റ്ഫോമിലുള്ള പങ്കാളിത്തമായിക്കോട്ടെ, മൈക്രോസോഫ്റ്റ് അവിടെ ലീഡിംഗ് ആണ്. ഇത്തരത്തിലൊരു കോണ്ടെക്സ്റ്റിലാണ് എന്താ പറയുക, ഈ ഒരു മാക്രോ ഹാർഡ് എന്നുള്ള വലിയൊരു കോൺസെപ്റ്റുമായിട്ട് ഏജന്റുകളെ വെച്ചിട്ട് കംപ്ലീറ്റ്ലി സിമുലേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ മാക്രോ ഹാർഡ് വരുന്നത്, മസ്കിന്റെ മാക്രോ ഹാർഡ് വരുന്നത്. ഇവിടെ ഇനി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ റൂട്ടീൻ ആയിട്ടുള്ള പല ജോബ് റോളുകളും ഇനി ഇല്ലാതാവും എന്നുള്ളത് തീർച്ചയാണ്. പുതിയ പുതിയ ജോബ് റോളുകളായിരിക്കും ഇനി ഇവോൾവ് ചെയ്ത് വരിക. ഫോർ എക്സാമ്പിൾ ഏജന്റ് ആർക്കിടെക്ട്സുകൾ, അല്ലെങ്കിൽ MLOps, ഇങ്ങനത്തെ പുതിയ സംഭവങ്ങൾ, അല്ലെങ്കിൽ ക്രിയേറ്റീവ് സ്ട്രാറ്റജികൾ, അതായത് സ്ട്രാറ്റജിസ്റ്റുകൾ ബിൽഡ് ചെയ്യുന്നതിനെ ഗൈഡ് ചെയ്യുക എന്നുള്ളതായിരിക്കും പുതിയ കരിയർ റോളുകൾ എന്നുള്ളതാണ് ഇതിന് ഏറ്റവും അത്ഭുതമായിട്ടുള്ള സംഭവം. ഇവിടെ കരിയർ സ്മാർട്ട്നെസ് എന്താണെന്ന് ചോദിച്ചാൽ പുതിയ കാര്യങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അപ്സ്കിൽ ചെയ്യുക, പുതിയ കാര്യങ്ങൾ പഠിച്ചെടുക്കുക, അല്ലെങ്കിൽ യോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള സംഭവം. അല്ലാതെ ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതല്ല. കാര്യം തമാശ ആണോ, ഇനി ഒരു ജോക്കാണോ, ഡിസ്റപ്ഷൻ ആണോ, ഒക്കെ ചർച്ചകൾ നടക്കട്ടെ. പക്ഷേ ദിസ് ഈസ് ഗിവിംഗ് അസ് എ വെരി ക്ലിയർ കരിയർ സിഗ്നൽ. ഇനി ഫ്യൂച്ചർ ഓഫ് വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് നോ മോർ ഗോയിങ് ടു ബി ബിറ്റ്വീൻ മൈക്രോസോഫ്റ്റ് ഓർ മാക്രോ ഹാർഡ്, but it's going to be between the human work and the AI work itself. ഇതിൽ ആര് വിജയിക്കുമെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഏറ്റവും പെട്ടെന്ന് സ്വിച്ച് ചെയ്യുന്ന ആളുകൾ, അഡാപ്റ്റ് ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്ന ആള്, അല്ലെങ്കിൽ AI സ്മാർട്ട് ആകുന്ന ആളുകൾക്കാണ് തീർച്ചയായിട്ടും ഇതിൽ വിന്നേഴ്സ് ആയിട്ട് മാറുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.